ശുഭ നായർ വ്ളോഗിൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ, ഇത് എവിടെ സ്ഥലമെന്ന്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. എന്നാലും ഇന്ന് രാവിലെ 5:30 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളിടയ്ക്കൊന്ന് നിർത്തി കേട്ടോ ഒരു ചായയൊക്കെ കുടിക്കാൻ. എന്നിട്ട് നമ്മൾ 6:30 ആയപ്പോൾ എത്തി. അമ്പലത്തിൽ നല്ല ശാന്തതയായിരുന്നു. എന്നും വരുന്ന പോലെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. കാരണം ഇന്ന് മൺഡേ ആയതുകൊണ്ടായിരിക്കും വലിയ ആളും കാര്യങ്ങളും ഒന്നും അമ്പലത്തിലില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ സ്ഥലത്തൂടെയും കറങ്ങിയൊക്കെ നടന്നു. ഇന്നാണ് ഒരുപാട് സ്ഥലങ്ങൾ, കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. തൃക്കൈ, വണ്ണാത്രി, മധുരം അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോന്നപ്പോൾ വിശന്നപ്പോൾ അമ്പലത്തിനടുത്തുള്ള കടയിൽ കയറി മസാല ദോശയൊക്കെ. ശുഭ നായർ വ്ളോഗിൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ, ഇത് എവിടെ സ്ഥലമെന്ന്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. എന്നാലും ഇന്ന് രാവിലെ 5:30 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളിടയ്ക്കൊന്ന് നിർത്തി കേട്ടോ ഒരു ചായയൊക്കെ കുടിക്കാൻ. എന്നിട്ട് നമ്മൾ 6:30 ആയപ്പോൾ എത്തി. അമ്പലത്തിൽ നല്ല ശാന്തതയായിരുന്നു. എന്നും വരുന്ന പോലെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. കാരണം ഇന്ന് മൺഡേ ആയതുകൊണ്ടായിരിക്കും വലിയ ആളും കാര്യങ്ങളും ഒന്നും അമ്പലത്തിലില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ സ്ഥലത്തൂടെയും കറങ്ങിയൊക്കെ നടന്നു. ഇന്നാണ് ഒരുപാട് സ്ഥലങ്ങൾ, കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. തൃക്കൈ, വണ്ണാത്രി, മധുരം അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോന്നപ്പോൾ വിശന്നപ്പോൾ അമ്പലത്തിനടുത്തുള്ള കടയിൽ കയറി മസാല ദോശയൊക്കെ